വീണ്ടും വാക്പോര്. മോഡിഫിക്കേഷൻ നടക്കട്ടെ, അതിലെന്താ തെറ്റ് എന്നുള്ള നിലയിൽ പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ, അതിലെന്താ തെറ്റ് എന്നുള്ള ഒരു ഹാഷ്ടാഗോടുകൂടി വി ഡി സതീശൻ ഇന്നലെ ഒരു വാഹനത്തിൻ്റെ പടവും കൂടെ വെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. 24 മണിക്കൂറിനുള്ളിൽ 54 ലക്ഷം യുവാക്കളും യുവതികളുമാണ് അത് കണ്ടത്. കാരണം അപ്പോൾ ആലോചിച്ച് നോക്കൂ, ന്യൂജൻ്റെ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു. അങ്ങനെ മോഡിഫൈ ഐക്യനാഥ് മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു അവസരവും പറയുന്നുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ അപകടകരമല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്താൻ അനുവദിക്കുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വലിയൊരു അവകാശവാദം വന്നു. പക്ഷേ അതിനെ നന്നായി പരിഹസിച്ചുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വന്നു. മോഡിഫിക്കേഷൻ പാടില്ലെന്നത് കേന്ദ്ര നിയമമാണ്, അപ്പോൾ കേന്ദ്രമാണ് പറയുന്നത് മോഡിഫിക്കേഷൻ പറ്റില്ല എന്ന്. സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ അങ്ങനെ എനിക്ക് കയറി ഭരണഘടനാപരമായി പറയാൻ പറ്റില്ല, അത് ഭരണഘടന ലംഘനമാവും, അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ വി ഡി സതീശൻ്റെ പ്രതികരണം ഇലക്ഷൻ ആളെ പറ്റിക്കാൻ പറയുന്നതാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എന്നാൽ ലൈറ്റ് വയ്ക്കാൻ ഹൈക്കോടതി അംഗീകരിക്കില്ല, മന്ത്രി എന്ന നിലയിൽ നിയമലംഘനം അനുവദിക്കുമെന്ന് പറയാനുമാകില്ല. താനൊക്കെ ചെറുപ്പത്തിൽ വാഹനങ്ങൾ നല്ലപോലെ ആൾട്രേഷൻ ചെയ്യുമായിരുന്നു, അതൊക്കെ അന്ധക്കാലം, അന്ന് നിയമങ്ങളൊന്നുമില്ലായിരുന്നു എന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. അതേസമയം ഇൻസ്റ്റഗ്രാമിൽ സതീശൻ പങ്കുവച്ച ആ പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ അതിലെന്താ തെറ്റെന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് 24 മണിക്കൂറിൻ്റെ 54 ലക്ഷം പേര്, ഏകദേശം 1 കോടിയിൽ പരം ചെറുപ്പക്കാർ കേരളത്തിൽ അത് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോകളിലാണ് വാഹനപ്രേമികളെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പ്രതികരണം വി ഡി സതീശൻ പങ്കുവച്ചത്. വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ശരിയാണ്, തെറ്റില്ല. ഒരു അഡീഷണൽ ഹാൺ വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കളർ മാറ്റിയതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അത് വലിയ അപകടകരമല്ലാത്ത എന്ത് മാറ്റവും വരുത്തി കൊടുത്തൂടെ? അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ? വാഹന മോഡിഫിക്കേഷന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുക തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ ഈ വാദം. പക്ഷേ ഇപ്പോൾ നമുക്ക് ട്രാഫിക് റൂളും നിയമങ്ങളുണ്ട്. ഹാണിൻ്റെ ശബ്ദം ഇത്രയായിരിക്കണം, ഹാണിൻ്റെ വോയിസ് ഇത്രയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിയന്ത്രണം, ലൈറ്റിൻ്റെ കളർ ഇതായിരിക്കണം, ലൈറ്റ് പിന്നെ ഇപ്പോൾ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പകലും ലൈറ്റ് കത്തിക്കിടക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നിയമങ്ങൾ അപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന അപകടത്തിനെ മനസ്സിലാക്കി കൊണ്ടുവരുന്ന ട്രാഫിക് നിയമങ്ങളാണ്. പക്ഷെ മോഡിഫിക്കേഷൻ, ചെറിയ മോഡിഫിക്കേഷൻ നിയന്ത്രണത്തിലൂടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴയൊരു വാഹനം വാങ്ങിച്ചാൽ പുതിയൊരു വാഹനം വാങ്ങിച്ചാൽ അതിന് അത്യാവശ്യം ചില കളർ ഡെക്കറേഷൻ മോഡിഫിക്കേഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ആണെങ്കിൽ ഇതിനകത്ത് കർട്ടൻ ഇടാമായിരുന്നു, അവസാനം അത് അനുവദിക്കത്തില്ല. മന്ത്രിമാർക്കും വളരെ പ്രധാനപ്പെട്ടവർക്ക് ഒഴിച്ച് വേറെ ആർക്കും കർട്ടൻ ഇടാൻ പറ്റില്ലെന്ന്, കൂളിംഗ് ഒട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, കർട്ടൻ ഇടാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സ്വാതന്ത്ര്യത്തെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു മോഡിഫിക്കേഷൻ നടത്താൻ അനുവാദം കൊടുക്കും, ആ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു. അതിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. ഇനി UDF അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ എഴുതുമോ, കേന്ദ്രത്തിൽ എഴുതിയാൽ മോഡി അനുവദിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും പിള്ളേർ പൊളിച്ചു, വി ഡി സതീശനും പൊളിച്ചു. ആ ഒരു വിഷയത്തിൽ പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ, അതിലെന്താ തെറ്റ് എന്നുള്ള അതിപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, യുവാക്കൾ, ഈ ചെറുപ്പക്കാരികളും ആ ഹാഷ്ടാഗ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ പോലെ മണിക്കൂറുകൾ കൊണ്ടാണ് ലക്ഷങ്ങൾ അതിനകത്ത് ഫോളോ ചെയ്തതും അത് പിന്നെ ഷെയർ ചെയ്യപ്പെട്ടതും. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി ഇത് പറഞ്ഞപ്പോൾ ഗണേഷ് പക്ഷേ ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, കേന്ദ്ര നിയമമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ കേന്ദ്ര നിയമമായിരുന്നെങ്കിലും ഗണേഷിന് വേണമെങ്കിൽ കേന്ദ്രത്തിനോടൊന്ന് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ UDF വരികയാണെങ്കിൽ അവർ ഇതൊരു ഗൗരവമായ വിഷയമായി ഗതാഗതം, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ UDF വന്നാൽ എന്തൊക്കെയാണ് ഗതാഗതത്തിൽ ഇതുപോലത്തെ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം, അങ്ങനെ ഒരുപാട് ആശയങ്ങളും പിന്നെ അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളുമായിട്ടൊക്കെയാണ് UDF നിൽക്കുന്നത്. അപ്പോൾ അത് വരാൻ സാധ്യതയുണ്ട്. ഈ ഒറ്റ ഹാഷ്ടാഗ് സതീശന് ഗുണം ചെയ്യുമോ, UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് UDF ക്യാമ്പിലെ വർത്തമാനം. തീർച്ചയായും ഗുണം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യട്ടെ, പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ, അതിലെന്താ തെറ്റ്?